കണ്ട് MDMA പാക്കറ്റ് വിഴുങ്ങിയ യുവാവ് മരിച്ചു. കോഴിക്കോട് താമരശ്ശേരി മൈക്കാവ് സ്വദേശി ഷാനിദാണ് മരിച്ചത്. ഇന്നലെ രാത്രിയാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. സജീവ് സി വാര്യർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. സജീവ്, MDMAയുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ എത്രയോ ദിവസങ്ങളായി വിവിധ ജില്ലകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഇത് ക്യാരിയറായിട്ടുള്ള നിരവധി ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെടുന്ന പശ്ചാത്തലം, ഏറ്റവും ഒടുവിൽ ഈ ബംഗളൂരിൽ നിന്ന് മാവേലിക്കൽ സ്വദേശിയായ ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെട്ട വാർത്തയും പുറത്തു വന്നു. ഇതിനിടയിലാണ് പോലീസിനെ കണ്ട് MDMA വിഴുങ്ങി മരിക്കുക എന്നുള്ളതൊക്കെ വല്ലാതെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളായി പുറത്തു വരുന്ന സാഹചര്യം. എന്താണ് സംഭവിച്ചത് ശരിക്കും? രഞ്ജിത്ത്, ഇന്നലെ രാത്രിയാണ് സംഭവം. ഇന്നലെ രാത്രി നൈറ്റ് പട്രോളിംഗ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരാണ് ഇയാളെ സംശയം തോന്നി പിന്തുടർന്നത്. ആ സമയത്ത് ഇയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. അതിനൊപ്പം തന്നെ കയ്യിലുണ്ടായിരുന്ന പ്ലാസ്റ്റിക് കവറുകൾ വിഴുങ്ങുകയും ചെയ്തു. അത് എന്തോ കയ്യിലുണ്ട് എന്ന് വ്യക്തമായ സാഹചര്യത്തിൽ ഇയാളെ പിടികൂടിയ ശേഷം പോലീസ് കാര്യങ്ങൾ അന്വേഷിച്ചു. അപ്പോഴാണ് ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഇയാൾ കയ്യിലുണ്ടായിരുന്ന പൊതികൾ താൻ വിഴുങ്ങി എന്ന കാര്യം സമ്മതിക്കുന്നത്. അതറിഞ്ഞതോടെ പോലീസ് വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കി. മൈക്കാവ് സ്വദേശിയായിട്ടുള്ള ഷാനിദാണ്, 28 വയസ്സേ അദ്ദേഹത്തിന് പ്രായമുള്ളൂ. ഇയാളെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സയ്ക്ക് വിധേയനാക്കുന്നു. ആ സമയത്താണ് ഇയാളുടെ വയറ്റിൽ എൻഡോസ്കോപ്പി ചെയ്തപ്പോൾ വയറ്റിൽ പ്ലാസ്റ്റിക് കവറുകളും വെളുത്ത തരികളും കാണപ്പെട്ടത്. ഈ സാഹചര്യത്തിൽ ഇയാളെ ഇന്ന് ഓപ്പറേഷന് വിധേയനാക്കുകയും ഈ പ്ലാസ്റ്റിക് കവറുകൾ പുറത്തെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വന്നിരുന്നു. അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന സമയത്താണ് ഇയാൾ മരിക്കുന്നത്. എന്താണ് മരണ കാരണമെന്ന് വ്യക്തമല്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതോടുകൂടി മാത്രമേ കൃത്യമായ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. കാരണം പ്ലാസ്റ്റിക് അകത്ത് ചെന്നതാണോ അല്ലെങ്കിൽ ഈ MDMA അകത്ത് ചെന്നിട്ട് ഉണ്ടായ പ്രശ്നങ്ങളാണോ എന്നത് പോസ്റ്റ്മോർട്ടത്തിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഈ നൈറ്റ് പട്രോളിങ്ങിനിടെയാണ് ഇയാളെ കിട്ടിയത്. ഒരുപക്ഷെ ഈ ഭയന്ന് വിഴുങ്ങിയതാണെന്ന് അയാൾ സമ്മതിക്കുകയും ചെയ്യുകയുണ്ടായി. ഏതായാലും ദാരുണമായൊരു സംഭവമാണ് ഉണ്ടായത്. രഞ്ജിത്ത്, ഈ MDMA ഇയാളെക്കുറിച്ച് മറ്റ് വിവരങ്ങൾ, ദൃശ്യങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇയാളെക്കുറിച്ചുള്ള മറ്റ് വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമാണോ? സ്ഥിരമായി MDMA ഉപയോഗിക്കുന്ന ആളാണോ? ഇയാൾക്ക് എവിടെ നിന്നാണ് MDMA കിട്ടിയത്? എങ്ങനെയാണ് പിടിയിലായത്? അങ്ങനെ ഒരുപാട് വിവരങ്ങൾ കൂടി ലഭ്യമാകേണ്ടതുണ്ടല്ലോ സജീവ്. അത്തരം എന്തെങ്കിലും കാര്യങ്ങൾ പോലീസ് പങ്കുവെക്കുന്നുണ്ടോ? രഞ്ജിത്ത്, ഇയാൾ ഓമശ്ശേരി കരിമ്പാലക്കുന്നിലാണ് ഇയാളുടെ താമസ സ്ഥലം എന്നുള്ളത് വ്യക്തമാണ്. അതോടൊപ്പം ഇയാൾക്ക് നേരത്തെ അങ്ങനെ MDMA സംഘങ്ങളുമായി ബന്ധമുണ്ടോ എന്നുള്ളതെല്ലാം പോലീസിന്റെ അന്വേഷണത്തിലാണ്. കാരണം ഇത് നേരെ കസ്റ്റഡിയിൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് കസ്റ്റഡി മരണം എന്ന രീതിയിൽ എഴുതപ്പെട്ടേനെ. എന്നാൽ അപ്പോൾ തന്നെ പോലീസ് വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയതാണ് ഇതിന്റെ കാരണം വ്യക്തമാകാൻ ഇടയാക്കിയത്. അത് ചോദ്യം ചെയ്യലിനൊടുവിൽ ഇയാൾ സമ്മതിച്ചതുകൊണ്ട് മാത്രമാണ്. ഇയാളെ സംബന്ധിച്ച് 28 വയസ്സുകാരനാണ്. മൈക്കാവിൽ വെച്ചാണ് പിടികൂടിയത് എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ വ്യക്തമായിട്ടുള്ളൂ. കൂടുതൽ വിവരങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഇയാൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള MDMA അത്തരം സംഘങ്ങളുമായി ബന്ധമുണ്ടോ, ഇയാൾക്ക് അത്തരത്തിൽ MDMA കച്ചവടമുണ്ടോ എന്നൊക്കെ ഉള്ളത് അന്വേഷിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും ഇയാളുടെ കയ്യിൽ 2 പാക്കറ്റ് MDMA ആണ് ഉണ്ടായിരുന്നതെന്നും അത് ആ പ്ലാസ്റ്റിക് കവറുകളാണ് വിഴുങ്ങിയതെന്നുമാണ് ലഭിക്കുന്ന വിവരം. അതാണ് എൻഡോസ്കോപ്പിയിൽ കണ്ടെത്തിയത്. വയറിനുള്ളിൽ ഈ പ്ലാസ്റ്റിക് സാന്നിധ്യം കൊണ്ടാണോ ഇയാൾക്ക് മരണകാരണമായത് എന്നുള്ള കാര്യം ഇനി അറിയേണ്ടതുണ്ട്. അതോടൊപ്പം ലഹരി അമിതമായി ചെന്നാലും, MDMA കൂടുതലായി ചെന്നാലും ഇത്തരത്തിൽ അപകടം ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം ഡോക്ടർമാരാണ് വ്യക്തമാക്കേണ്ടത്. ഫോറൻസിക് സംഘം പരിശോധന നടത്തുകയാണ്. ഏതായാലും പരിശോധന തുടരുകയാണ്. ഈ പ്രദേശത്ത് ഈ നൈറ്റ് പട്രോളിംഗ് ഒക്കെ സ്ഥിരമായി നടക്കുന്ന ഒരു സ്ഥലത്താണോ സജീവ് ഇയാളും പിടിക്കപ്പെട്ടത്? MDMAയുടെ സാന്നിധ്യം ഇയാളിൽ എങ്ങനെയാണ് സംശയകരമായി പോലീസിന് തോന്നിയത്? ഇങ്ങനെ ഒരു പ്രവൃത്തി ഇയാളുടെ ഭാഗത്തുനിന്ന് പോലീസ് പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വേണ്ടേ കരുതാൻ? സ്വാഭാവികമായും ഇങ്ങനെയൊരു സംഗതി ഉണ്ടാകുമെന്ന് പോലീസ് പ്രതീക്ഷിച്ചിരുന്നില്ല. നൈറ്റ് പട്രോളിംഗ് വാഹനം വന്ന വഴിക്ക് മൈക്കാവിലെ റോഡിന് സമീപത്ത് വെച്ചാണ് ഇയാളെ കണ്ടത്. രാത്രിയിൽ അസമയത്ത് കണ്ട സാഹചര്യത്തിൽ പോലീസിനെ കണ്ട് ഇയാൾ ഓടുന്നതും വ്യക്തമായിരുന്നു. ആ സാഹചര്യത്തിൽ പോലീസ് സംഘം പിന്നാലെ ചെല്ലുകയും ഇയാളെ പിടികൂടുകയുമായിരുന്നു. ഇയാൾക്ക് നേരത്തെ ഈ പ്രദേശങ്ങളിലെല്ലാം ഇയാളെ കണ്ടിരുന്നു. അത്തരം കാര്യങ്ങളെല്ലാം അറിയേണ്ടതുണ്ട്.
കാരണം താമരശ്ശേരിയിൽ ഇപ്പോൾ കൂടുതൽ ജാഗ്രത ഉള്ള സമയമാണ്. നമുക്കറിയാം ഒട്ടേറെ പ്രശ്നങ്ങൾ, അതായത് സ്വാഭാവിക വാർത്തയായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ താമരശ്ശേരി പ്രദേശത്ത് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ താമരശ്ശേരി പോലീസ് നൈറ്റ് പട്രോളിംഗ് ഇപ്പോൾ ശക്തമാക്കിയിരുന്നു. പ്രത്യേകിച്ചും ഈ മയക്കുമരുന്ന് വ്യാപാരമടക്കമുള്ള കാര്യങ്ങളിൽ പൊതുവെ സംസ്ഥാനത്തുടനീളം പരിശോധന ശക്തമാക്കിയ ഒരു സാഹചര്യത്തിലാണ് പ്രത്യേകിച്ചും താമരശ്ശേരി കൊടുവള്ളി പോലെയുള്ള മേഖലകളിൽ കൂടുതൽ പരിശോധന നടക്കുന്നത്. ഈ സാഹചര്യത്തിൽ പോലീസ് വളരെ ജാഗരൂകമായി പരിശോധനകൾ നടത്തി വരികയായിരുന്നു. വൈകുന്നേരങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള ആളുകൾ പല സ്ഥലങ്ങളിലായി മയക്കുമരുന്ന് ഉപയോഗവും വിൽപ്പനയും എല്ലാം നടക്കുന്നുവെന്ന വിവരങ്ങൾ പോലീസിന് ഉണ്ട്. അതും ചെറുപ്പക്കാരാണ്, 30 വയസ്സിൽ താഴെയുള്ള ആളുകളാണ് കൂടുതലും ചെയ്യുന്നത്. അതുപോലെ ഇപ്പോൾ പരീക്ഷാകാലമായതുകൊണ്ട് അത്രയും പരിശോധനയില്ല. പക്ഷേ സ്കൂളുകളോട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിദ്യാലയങ്ങളോട് ബന്ധപ്പെട്ട് ഉള്ള സ്ഥലങ്ങളിലും ഇത്തരം മയക്കുമരുന്ന് ലോബി പ്രവർത്തിക്കുന്നുവെന്ന് പോലീസിന് വ്യക്തമാണ്. അക്കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്താണ് രാത്രിയിലെ ആ സമയത്ത് കാണുന്ന ആളുകളെ ചോദ്യം ചെയ്യുകയും അവരുടെ കയ്യിൽ മയക്കുമരുന്ന് പൊതികൾ ഇത്തരം കാര്യങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഏതാനും 2-3 ആഴ്ചകളിലായി അങ്ങനെയുള്ള പരിശോധന നടക്കുന്നുണ്ട്. താമരശ്ശേരി പോലീസ് പ്രത്യേകിച്ചും അക്കാര്യത്തിൽ ജാഗ്രതയോടെ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെയൊരു ദാരുണമായ സംഭവം ഉണ്ടായത്. അയാൾ എന്തോ വിഴുങ്ങി എന്ന് പോലീസിന് വ്യക്തമായിരുന്നു. ആ സാഹചര്യത്തിലാണ് കൂടുതൽ ചോദ്യം ചെയ്യലാണ് ഇയാൾ പൊതികൾ വിഴുങ്ങി എന്ന് പോലീസിനോട് സമ്മതിക്കുന്നത്. അതിനെ തുടർന്നാണ് ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നത്. രഞ്ജിത്ത്. ശരി, സജീവ് സി വാര്യരാണ് വിവരങ്ങൾ പങ്കുവച്ചത്. MDMA വിഴുങ്ങി ഒരു യുവാവ് നമ്മുടെ കേരളത്തിൽ മരിക്കുന്നു എന്നുള്ളത് എത്രത്തോളം ഞെട്ടിപ്പിക്കുന്നു എന്നുള്ള കാര്യമാണ് സജീവ് പങ്കുവച്ചത്. ഇടവേളയ്ക്ക് ശേഷം